മുനക്കൽ ബീച്ചിലോട്ടുള്ള പ്രവേശന കവാടമാണ് ഇത്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് പാർക്കിംഗ് സംവിധാനമുള്ളത്. 2 വീലറും കാറും ബസ്സും ഓട്ടോറിക്ഷ മുതലായ വാഹനങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം. നിശ്ചിത നിരക്ക് കൊടുത്തു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാവുന്നതാണ്. കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് കുട്ടികൾക്കായിട്ടുള്ള പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കാണുന്നതാണ് പാർക്ക്. കുട്ടികൾക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കാണ് ഇത്. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ടോയ്ലറ്റ് സംവിധാനം. ഇവിടെ തന്നെ ഒരു സ്റ്റോളും കാണാം കേട്ടോ. അഴീക്കോട് മുനക്കൽ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. മുസിരീസ് പൈതൃക പദ്ധതിയുടെ കീഴിൽ വരുന്ന ബീച്ചാണ്. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ മണൽപ്പരപ്പുള്ള ബീച്ചാണ് ഈ ബീച്ച്. ഏകദേശം 35 ഏക്കറിലധികം വിസ്തൃതിയുണ്ട്. മിയാവാക്കി വനങ്ങൾ, ചീനവലകൾ, മണൽ കൂമ്പാരങ്ങൾ എന്നിവയായി ശ്രദ്ധേയമാണ്. ഇവിടെ 3-4 പട്ടിക്കുട്ടികൾ ഓടി നടക്കുന്നുണ്ട് കേട്ടോ. ബീച്ചിൻ്റെ പരിസരത്തായിട്ട് 3-4 പട്ടിക്കുട്ടികളാണ് നടക്കുന്നത്. ഇവിടെയൊക്കെ കുറച്ച് സ്റ്റാളൊക്കെ കാണാം കേട്ടോ. ഇത് സ്ഥിരം സ്റ്റാളാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ബീച്ച് ഫെസ്റ്റ് നടന്നായിരുന്നല്ലോ ക്രിസ്മസിനോടനുബന്ധിച്ച്. അന്ന് ഒരുക്കിയ സ്റ്റാളാണോ അല്ലെങ്കിൽ സ്ഥിരം സ്റ്റാളാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് വിശാലമായ തീരം കാണാം. അറ്റത്ത് വരെ വ്യാപിച്ചെടുക്കുന്ന തീരമാണ്. തിരകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്ര പ്രഷറുള്ള തിരകളാണ്. അങ്ങനെ ശാന്തമായ തിരകളെന്ന് പറയാൻ പറ്റില്ല. ഇതൊരു ശക്തി ഉള്ള തിരകളാണ്. കുറച്ചേരം ഇവിടുത്തെ കാഴ്ച കണ്ട് തീരത്തിൻ്റെ കാഴ്ച കണ്ട് ഇങ്ങനെ നിന്നിട്ടാ. അങ്ങ് അറ്റത്തായിട്ട് പുൽമുട്ട് കാണാം. അതിനൊപ്പം തന്നെ ചീനവലകളൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന കാഴ്ച കാണാം. ഒരു മത്സ്യബന്ധന ബോട്ടും അറ്റത്ത് കാണാം. സൂക്ഷിച്ച് നോക്കിയാൽ. ഇനി നമുക്ക് ഇവിടുത്തെ കാറ്റാടി മരത്തിന് അങ്ങോട്ട് പോകാം കേട്ടോ. അത് അറ്റത്ത് കാണുന്നതാണ് ഇവിടുത്തെ കാറ്റാടി മരം. അങ്ങനെ നമ്മൾ കാറ്റാടി മരത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ശരിക്കും കാറ്റാടി മരം കാണാം. ആ ഉള്ളിയുടെ ഒക്കെ അടുത്ത് ഇങ്ങനെ നിരന്നായിട്ടാണ് കാറ്റാടി മരം വച്ചിരിക്കുന്നത്. ഇത്തിരി തണലും കാറ്റുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കുറച്ച് നേരം മരത്തിൻ്റെ അടിയിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ അതിന് സാധിക്കും. ഇനി ഞാൻ നേരെ പുറത്തോട്ട് പോവുകയാണ്. അവിടെ ഒരു കാഴ്ചയുണ്ട്. ചീനവലകളെ നേരത്തേക്ക് കാഴ്ച, പിന്നെ ചീനവല ഉപയോഗിച്ച് മീനെ പിടിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നേരത്തെ വന്ന പാർക്കിംഗ് ഏരിയയിലാണ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് തെക്കോട്ടുമാണ് പോകേണ്ടത്. തെക്കോട്ട് പോയി കഴിഞ്ഞാലാണ് ഇങ്ങനെ ചീനവലകൾ കാണാൻ കഴിയുക. ഇവിടെ ഒരു ചീനവല താഴ്ത്തിയിട്ട് കാഴ്ച കാണാം. അല്ലാതെ ഇവിടെ കുറച്ച് നിരന്നായിട്ട് ചീനവലകളുണ്ട്. ഇവിടെ തന്നെ നടപ്പാതയുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. മറ്റേ ചീനവല പൊക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ ആ ചീന പൊക്കുന്ന കാഴ്ച കാണാം. വണ്ടിയുടെ 2 വീലറിൻ്റെ എൻജിൻ വെച്ചാണ് ഇത് പൊക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പോകുമ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ട് ഒരു വണ്ടി ഇരിക്കുന്ന കാഴ്ച കാണാം കേട്ടോ. അപ്പോൾ അതെനിക്ക് തോന്നുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇനി മീനെ കിട്ടുകയാണെങ്കിൽ അവർ വന്നിട്ട് ചെറിയൊരു വല വെച്ച് കോരി പിടിക്കും. കിട്ടിയില്ലെങ്കിൽ മീനില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും താഴ്ത്തും വരാം. അങ്ങനെ വീണ്ടും ഒരു വല താഴ്ത്തുകയാണ്. നമുക്ക് കുറച്ച് ഇങ്ങോട്ട് നടന്നു വരാം. ലെഫ്റ്റ് സൈഡിലായിട്ട് നിരന്ന് നടക്കുന്ന ചീനവലകളാണ് കാഴ്ച കാണുന്നത്. ഇതവിടെ നിശ്ചലമായി കിടക്കുന്ന ഒരു ഫിഷിംഗ് ബോട്ട് കാണാം. അപ്പുറത്ത് കാണുന്നതാണ് മുനമ്പം ബീച്ച് കേട്ടോ. ഈ ഫിഷിംഗ് ബോട്ടെല്ലാം പോകുന്നത് മുനമ്പം ഹാർബറിലോട്ടാണ്. അപ്പോൾ അവിടെ നിശ്ചലമായി കിടക്കുന്ന ഒരു ഫിഷ് ബോട്ടാണ് നമുക്ക് കാണാൻ പറ്റിയത്. മുനമ്പം ഹാർബറിലോട്ട് പോകുന്ന ഒരു ഫിഷ് ബോട്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ ഒരു വണ്ടി കിടക്കുന്നത് കണ്ട. ഇതാണ് ഇവിടുത്തെ നെറ്റൊക്കെ ചീനവലൊക്കെ പൊക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയൊക്കെ ഉപയോഗിച്ചാണ് പൊക്കുന്നത് കാണാൻ കഴിഞ്ഞത്.
അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നപ്പോൾ ആ ഫിഷ് ബോട്ട് വരുന്ന കാണാൻ മുൻപ് ഹാർബറിലോട്ട് പോകുന്ന ഫിഷ് ബോട്ട് വരുന്ന കാഴ്ച കാണാൻ പറ്റി. അല്ല ചീനവലയുടെ ഇടയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം, വ്യക്തമായിട്ട് കാണാം ഒരു വഞ്ചി ബോട്ട്, ഫിഷിംഗ് ബോട്ട് ഇങ്ങനെ വരുന്ന കാഴ്ച. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഞാൻ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.